നമസ്കാരം. ഇസ്രായേൽ സൈന്യത്തിൽ തർക്കത്തെ തുടർന്ന് 100ഓളം സൈനികർ ക്യാമ്പ് വിട്ടുപോയതായി റിപ്പോർട്ട്. ബറ്റാലിയൻ പാരമ്പര്യങ്ങളെ ചൊല്ലിയുള്ള തർക്കമാണ് അപൂർവമായ പ്രതിഷേധത്തിന് വഴിവെച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ഗിവാത്തി ബ്രിഗേഡിലെ സബാർ ബറ്റാലിയനിൽ നിന്നുള്ള 100ഓളം സൈനികർ തെക്കൻ ഇസ്രായേലിലെ തങ്ങളുടെ സൈനിക ക്യാമ്പ് ഉപേക്ഷിച്ചിറങ്ങിയതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊരു ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്ന് വിശേഷിപ്പിച്ച ഇസ്രായേൽ സൈന്യം സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പ്രമുഖ ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നെഗേവ് മരുഭൂമിയിലെ സെഡേറ്റ് ടീമാൻ സൈനിക ക്യാമ്പിലാണ് സംഭവം. സൈനികർ സ്ഥാപിച്ചിരുന്ന പ്രതീകാത്മക ബോർഡുകൾ അഴിച്ചുമാറ്റാനും നശിപ്പിക്കാനും കമാൻഡർ ഉത്തരവിട്ടതാണ് പ്രതിഷേധത്തിന് കാരണമായത്. ഈ ബോർഡുകൾ പുതുതായി എത്തുന്ന സൈനികരെ അപമാനിക്കുന്ന തരത്തിലുള്ളതാണെന്ന് സൈനിക നേതൃത്വം വ്യക്തമാക്കിയപ്പോൾ ഇത് തങ്ങളുടെ ബറ്റാലിയന്റെ കാലങ്ങളായിട്ടുള്ള പാരമ്പര്യത്തിന്റെ ഭാഗമാണെന്നായിരുന്നു സൈനികരുടെ വാദം. ഗാസയിലും ലെബനനിലും നടന്ന സൈനിക നീക്കങ്ങളിലടക്കം ഈ ചിഹ്നങ്ങൾ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും ഇവ ബറ്റാലിയന്റെ ചരിത്രത്തെയും സൗഹൃദത്തെയുമാണ് ഉയർത്തിക്കാട്ടുന്നതെന്നും സൈനികർ പറഞ്ഞു. ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും ക്യാമ്പിൽ ഉപേക്ഷിച്ച് സ്വന്തം സാധനങ്ങൾ മാത്രമെടുത്താണ് സൈനികർ അവിടെ നിന്ന് മടങ്ങിയതെന്ന് ദ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും മുതിർന്ന കമാൻഡർമാർ വിഷയം നേരിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും സൈനിക വക്താവ് അറിയിച്ചു. IDFന്റെ മൂല്യങ്ങൾക്കും ഒരു സൈനികരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അച്ചടക്കമുള്ള പെരുമാറ്റത്തിന് നിരക്കാത്ത സംഭവമാണിതെന്നും സൈന്യം കൂട്ടിച്ചേർത്തു. കൂട്ടത്തോടെ ക്യാമ്പ് വിട്ടിറങ്ങിയ സൈനികരോട് വൈകുന്നേരം 4 മണിക്ക് മുൻപായി തിരിച്ചെത്താൻ കമാൻഡർമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിശ്ചിത സമയത്തിനുള്ളിൽ ഹാജരാകാത്തവരെ അനുമതിയില്ലാതെ വിട്ടുനിൽക്കുന്നവരായി കണക്കാക്കുമെന്നും ഇവർക്കെതിരെയുള്ള വിവരങ്ങൾ മിലിറ്ററി പോലീസിന് കൈമാറുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗാസയിലെയും ലെബനനിലെയും സൈനിക നീക്കങ്ങളിൽ തങ്ങൾ ഉപയോഗിച്ചിരുന്ന ചിഹ്നങ്ങൾ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും ഇവ ഒരു പടയിൽ നിന്ന് അടുത്തതിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു പോരുന്നതാണെന്നും ബറ്റാലിയൻ അംഗങ്ങൾ കമാൻഡർമാരോട് പറഞ്ഞതായിട്ടാണ് വിവരം. തുടക്കക്കാരായ സൈനികരെ അപമാനിക്കാനല്ല, മറിച്ച് തങ്ങളുടെ ബറ്റാലിയന്റെ ചരിത്രം ഉയർത്തിക്കാട്ടാനാണ് ഈ ചിഹ്നങ്ങളെന്നും അവർ വാദിച്ചു. എന്നാൽ ഇതിനോട് കമാൻഡർ എതിർപ്പ് പ്രകടിപ്പിക്കുകയായിരുന്നു. പിന്നാലെയാണ് സൈനികർ ക്യാമ്പ് വിട്ടുപോയതും ഇവർക്കെതിരെ മുന്നറിയിപ്പ് നൽകിയതും. നിശ്ചിത സമയത്തിനുള്ളിൽ ക്യാമ്പിൽ തിരിച്ചെത്താത്ത പക്ഷം ശക്തമായ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നാണ് കമാൻഡർമാർ സൈനികർക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. സൈനികരുടെ കൂട്ടത്തോടെയുള്ള ഈ ഇറങ്ങിപ്പോക്ക് ബറ്റാലിയന്റെ യുദ്ധസജ്ജതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഇസ്രായേലി പത്രമായ മാരിബ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഗാസയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പോരാട്ടങ്ങളിൽ തക്കതായ യോഗ്യതയുള്ളവരായി നിലവിൽ ഈ ബറ്റാലിയനെ നേതൃത്വം കണക്കാക്കുന്നില്ല. ഗാസയിലും ലെബനിലും ഇസ്രായേൽ ആക്രമണം ശക്തമായി തുടരുന്ന നിർണായക ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രതിഷേധം വിവിധ കോണുകളിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. കമാൻഡർമാരുമായിട്ടുള്ള തർക്കങ്ങളെ തുടർന്ന് സൈനികർ ക്യാമ്പ് വിട്ടിറങ്ങുന്ന സംഭവങ്ങൾ മുൻപും ഇസ്രായേൽ സൈന്യത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഇത് വലിയ തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്.